നേരം വെളുത്തപ്പോൾ വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് കാണാനിടയായത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാണ്ടി ഉമ്മന്റെ സൈക്കിളിലുള്ള യാത്രയായിരുന്നു. ഇന്ന് നിയമസഭയിൽ MLA സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയാണല്ലോ. അപ്പോൾ ചാണ്ടി ഉമ്മൻ വന്നത് സൈക്കിളിൽ തന്നെയാണ്. അതായത് ചാണ്ടി ഉമ്മന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രചരണം മുഴുവൻ നടത്തിയത് സൈക്കിളിലായിരുന്നു. ഫ്ലെക്സ് ഇല്ല, ബോർഡില്ല. അങ്ങനെ അദ്ദേഹം വളരെ ഒരു മാതൃകയാണ് കേരള ജനതയ്ക്ക് നൽകിയത്. ഇങ്ങനെയും സൈക്കിളിൽ നടന്നായാലും തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാം, സൈക്കിളിലായാലും തെരഞ്ഞെടുപ്പ് നടത്തി വിജയിക്കാം എന്ന് തെളിയിച്ച ഒരു MLA കൂടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതായത് തൻ്റെ പ്രചരണത്തിന് മുഴുവൻ സൈക്കിൾ ഉപയോഗിച്ചപ്പോഴേക്കും ആ സൈക്കിൾ ഉപയോഗിച്ച് അദ്ദേഹം 53,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ വരവെന്ന് പറയുന്ന നിയമസഭയിലേക്ക് സൈക്കിളിൽ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം അദ്ദേഹം ഇന്ന് സാക്ഷാത്കരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും MLA-മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാറിൽ തന്നെ യാത്ര ചെയ്യണം നിർബന്ധമൊന്നുമില്ല, സൈക്കിളിലും യാത്ര ചെയ്യാം. നമുക്ക് പോകാൻ പറ്റുന്ന ദൂരത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൈക്കിളിൽ യാത്ര ചെയ്യാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് നമ്മുടെ പരിസ്ഥിതി മലിനമാകത്തില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ചെലവുകൾ കുറയ്ക്കാൻ പറ്റും. ഇപ്പം ചാണ്ടി ഉമ്മൻ്റെ പ്രചരണം സൈക്കിളിൽ നടത്തിയത് കൊണ്ട്, മറ്റ് ഫ്ലെക്സുകളും ബോർഡുകളും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു ഉപായം സ്വീകരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഫണ്ട് മിച്ചം വെക്കാൻ പറ്റി. ആ മിച്ചം വെക്കുന്ന തുക എടുത്ത് അദ്ദേഹം പാവപ്പെട്ടവർക്ക്, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക, അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും ഒക്കെ അദ്ദേഹത്തിന് ഫണ്ട് കൈവശത്തിലേക്ക് വരും. ഇതുപോലെ നമ്മുടെ MLA-മാരെ അവർക്ക് എന്തൊക്കെ ചെലവുകൾ ചുരുക്കി നമ്മുടെ നാടിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ വിധത്തിലൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ വലിയ ആഡംബരത്തിൽ വന്ന് വലിയ വലിയ കാറുകളിൽ യാത്ര ചെയ്ത് വലിയ വലിയ വിദേശ യാത്രകൾ ചെയ്ത് അങ്ങനെ കേരളത്തിൻ്റെ MLA ഫണ്ട് എന്നും പറഞ്ഞ് കൊടുക്കുന്ന ഫണ്ട്, ജനസേവനത്തിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ട് മൊത്തം സ്വന്തം വീടിൻ്റെ ആവശ്യങ്ങൾക്കും സ്വന്തം ആഡംബരത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അവർ നിൽക്കുന്ന നിപ്പിലായിരിക്കും വിദേശത്തേക്ക് പോകുന്നത്. അവർക്ക് എല്ലാ രാജ്യത്തും കയറിറങ്ങി നടക്കാം. ഇവിടെ ജനങ്ങൾ വോട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും അവർ പോയി അവരുടെ ജീവിതം സുഖിക്കുന്നതും ആഡംബര ജീവിതം നയിക്കുന്നതും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ജനത്തിന് എന്താണ് കൊടുക്കേണ്ടത്, ജനങ്ങൾക്ക് എന്തൊക്കെ സേവനം ചെയ്യണം, തന്നെ കൊണ്ട് ചാണ്ടിയുമെന്ന് പറഞ്ഞ വ്യക്തി അതൊന്നുമില്ലാതെ വളരെ ലാളിത്യത്തോടുകൂടി ജീവിച്ച് പറ്റാവുന്ന രീതിയിൽ തൻ്റെ ചെലവുകൾ, തൻ്റെ സ്വന്തം ആഡംബരം ഒക്കെ കുറച്ച് അതിൽ നിന്ന് പോലും മിച്ചം പിടിച്ച് ജനങ്ങളെ സേവിക്കാനാണ് അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ പിതാവ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് ഇതിനെല്ലാം ഒരു അടിത്തറയിട്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പിതാവിൻ്റെ കൂടെ ജീവിച്ച് ആ പിതാവിൻ്റെ മാതൃക അവർ കണ്ടതാണ്, അത്രയും ലാളിത്യം അവർ കണ്ടതാണ്. അദ്ദേഹം ഗ്രൗണ്ട് ടു എർത്ത് ആയിരുന്നു. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെയായിരിക്കണം MLA അല്ലെ മന്ത്രി പ്രവർത്തിക്കേണ്ടതെന്നാണ് കേരളത്തിലുള്ള എല്ലാ MLA-മാരോടും പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫണ്ടുകളൊക്കെ കിട്ടുന്നതൊക്കെ നിങ്ങൾ സ്വന്തം മുടിക്കാതെ നിങ്ങളത് നാടിന് വേണ്ടി ഇനിയെങ്കിലും ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഈ UDF ഗവൺമെൻറ്റിനെ തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങൾ മൊത്തം, അതായത് കേരളത്തിൽ ഇനിയുള്ള എല്ലാ വർഷത്തിലും നിങ്ങൾക്ക് ഭരിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വേറെ ആർക്കും ഈ ഭരണം ഇനി മാറ്റി കൊടുക്കാതെ ഇത് തുടർന്ന് നിങ്ങൾ തന്നെ ഭരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.